ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സ്മാർട്ടിലൂടെ എങ്ങനെ ഓൺലൈനായി പ്രോപ്പർട്ടി ടാക്സ് അഥവാ വീട്ടുകരം അടയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമുണ്ടായിരുന്ന ഈ സംവിധാനം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കിയിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാം എന്നതിനെപ്പറ്റി നമുക്കിപ്പോൾ പരിശോധിക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ കെ സ്മാർട്ട് എന്ന് എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി ടാക്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ, അതുപോലെ തന്നെ അതിൻ്റെ ഡൗൺലോഡ് റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെയാണ് നമുക്ക് എൻ്റർ ചെയ്ത് പോകേണ്ടത്. ഇവിടെ സ്മാർട്ട് സെർച്ച് ഉണ്ട്, അഡ്വാൻസ് സെർച്ച് ഉണ്ട്. ഇവിടെ അഡ്വാൻസ് സെർച്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി നെയിം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇയർ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നു. നമുക്ക് 2 ഇയറാണ് ഇവിടെ കിടക്കുന്നത്, ഓൾഡും ലേറ്റസ്റ്റും. അത് 1993, 2013. ഇപ്പോൾ 2013 ഇവിടെ വരേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാർഡ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എത്രാം വാർഡിലാണ് ആ വാർഡിൻ്റെ പേരടക്കം അവിടെ നമുക്ക് കാണിക്കുന്നതാണ്. അത് കൃത്യമായി അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ട് നമ്പർ അത് കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടു നമ്പറിന് സബ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ സബ് നമ്പർ ഇല്ല, അതുകൊണ്ട് താഴെ കാണുന്ന ക്യാപ്ച അത് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഇവിടെ ബിൽഡിംഗ് ഐ ഡി ഉണ്ട്. ഈ ബിൽഡിംഗ് ഐ ഡി വെച്ച് നമുക്ക് കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഇത് കൃത്യമാണെന്ന് നോക്കിയതിന് ശേഷം സെലക്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വർഷത്തെയാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് അത് വിശദമായിട്ട് തന്നെ ഇവിടെ കാണിക്കും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം പേ നൗ പോപ്പപ്പ് വന്നു. അത് കൺഫർമേഷനാണ്. പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് അത് യെസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വന്നു. ഇവിടെ ചൂസ് യുവർ പേയ്മെൻറ്റ് ഗേറ്റ് വേ, അവിടെ ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്, SBI ഇ പേയ്മെൻ്റ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഉണ്ട്, യൂണിയൻ ബാങ്കിൻ്റെ ഉണ്ട്. ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം പേ നൗ കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റ് കാർഡുണ്ട്, ഡെബിറ്റ് കാർഡുണ്ട്, UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഞാനിവിടെ UPI സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്ന് ഷോ QR, അതുപോലെ തന്നെ UPI ID എൻ്റർ ചെയ്ത് നമുക്ക് ഇവിടെ പണം അടയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഷോ QR ഇടുകയാണ്. അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം QR ഇവിടെ വന്നു. എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാൻ QR സ്കാൻ ചെയ്യുകയാണ്. അവിടെ 107 രൂപ എന്ന് വന്നു. അത് പ്രൊസീഡ് ടു പേ, അത് പേ ചെയ്യുന്നു. പേ ചെയ്ത ആ സമയം തന്നെ അവിടെ നമ്മുടെ റെസിപ്റ്റ് കൃത്യമായി തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ റെസിപ്റ്റിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് ഓപ്പണായി. അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ഡിജിറ്റലായി സൂക്ഷിക്കുകയോ ചെയ്യാം. ഇങ്ങനെയാണ് കെ സ്മാർട്ടിലൂടെ ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ അടയ്ക്കുന്നത്. ഇത് നിങ്ങളുടെ ഫോണിലും ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.